ഹലോ നമസ്കാരം, ഞാൻ ജിജി എബ്രഹാം, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി ചാലക്കുടി. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന സബ്ജക്റ്റ് ഡെയിലി സ്കിൻ ഗ്ലോ റൊട്ടീനെ കുറിച്ചിട്ടാണ്. ഒരുപാട് ആളുകൾ വല്ലാതെ ടാൻ ആയിട്ട് നമ്മുടെ പാർലറിലൊക്കെ വരാറുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ സ്കിൻ പഴയതുപോലെ വീണ്ടെടുക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് സ്കിൻ ഗ്ലോ വരുത്താനായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നമുക്ക് അതിനുവേണ്ടി ആദ്യമായിട്ട് ചെയ്യാനുള്ളത് ക്ലെൻസിങ് ആണ്. ഈ ക്ലെൻസിങ് ഒരു 30 സെക്കൻഡ് എടുത്തിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മൈൽഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഈ ക്ലെൻസർ തയ്യാറാക്കുകയും ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് റൈസ് പൗഡർ എടുക്കാം. അതുപോലെ തന്നെ ഒരു അല്പം ഹണിയും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ക്ലെൻസർ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ക്ലെൻസറാണ് യോഗട്ടും റോസ് വാട്ടറും കൂടെ ചേർത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു ക്ലെൻസർ വെച്ചിട്ട് നമ്മളൊരു 30 സെക്കൻഡ്സ് നമ്മൾ ക്ലെൻസ് ചെയ്യാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് അതിനുശേഷം നമ്മളൊരു വാം വാട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫേസ് ക്ലീൻ ചെയ്യാം. എന്തിനാണ് വാം വാട്ടർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഫേസിലുള്ള ഡെഡ് സെൽസുകളും അതുപോലെ ഓയിലും നമ്മൾ ഉപയോഗിച്ച മേക്കപ്പും ഒക്കെ നീക്കം ചെയ്യാനായിട്ട് വാം വാട്ടറിൽ നമ്മൾ ക്ലെൻസ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ആക്കുമ്പോഴത്തേക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എക്സ്ഫോളിയേഷൻ ആണ്. എക്സ്ഫോളിയേഷൻ ഒരു 40 സെക്കൻഡോളം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നോർമലായിട്ട് നമ്മളുടെ വീട്ടിലുള്ള വസ്തുക്കൾ വെച്ചിട്ട് നമുക്ക് എക്സ്ഫോളിയേഷൻ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി നമുക്കൊരു 1 ടീസ്പൂൺ ഓട്സ് എടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ യോഗട്ട് എടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഹണിയും എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. അതല്ലാത്തവർക്ക് നമുക്കൊരു മൈൽഡ് സ്ക്രബും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളതൊരു സർക്കുലർ മോഡലിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഈ ടീസോൺ ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഏരിയ ആണ്. അപ്പോൾ ഈ ടീസോൺ ഏരിയ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഏരിയകളും പ്രത്യേകം ഫോക്കസ് ചെയ്ത് നമ്മൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു എക്സ്ഫോളിയേഷൻ അവിടെ നടക്കുകയും ഡെഡ് സെൽസ് എല്ലാം നന്നായിട്ട് നീക്കം ചെയ്യാനായിട്ടും ഒരു ബ്രൈറ്റ്നെസ് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലോ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്കാണ്, അതായത് മസാജിങ്ങിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ നോർമൽ ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യാം. അലോവേറ എടുക്കാം, അതിലേക്ക് ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ ഇടാം. അതുപോലെ തന്നെ ഒരു കുറച്ച് ആൽമണ്ട് ഓയിലും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മസാജിങ്ങിനുള്ള ക്രീം റെഡിയാവും. നമുക്കൊരു 5 മിനിറ്റ് നേരം ഈ ക്രീം നന്നായിട്ട് ക്ലോക്ക് വൈസിൽ മസാജ് ചെയ്ത് കൊടുക്കാം. എന്താ വെച്ചാൽ ഇത് നന്നായിട്ട് നമ്മളുടെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനായിട്ടും നല്ല ഒരു ഗ്ലോ നമ്മുടെ സ്കിന്നിലേക്ക് കൊണ്ടുവരാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ക്രീം യൂസ് ചെയ്ത് ഇതുപോലെ മസാജിങ് ചെയ്തെടുക്കാവുന്നതുമാണ്. ഇനി നാലാമതായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഫേസ് പാക്കാണ്. ഈ ഫേസ് പാക്ക് നമ്മളുടെ ഇൻസ്റ്റന്റ് ഗ്ലോ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, നമുക്ക് കിട്ടുന്ന ഈ ഗ്ലോനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മെയിനായിട്ടും സാൻഡൽവുഡ് എന്ന് പറഞ്ഞാൽ ചന്ദനത്തിൻ്റെ പൊടി, സാൻഡൽവുഡിൻ്റെ പൗഡറും അതുപോലെ തന്നെ ഹണിയും ചേർന്നിട്ടുള്ള റോസ് വാട്ടറും കൂടെ ചേർന്നിട്ടുള്ള ഒരു മിശ്രിതമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ സാൻഡൽവുഡ് പൗഡറും 1 ടീസ്പൂൺ റോസ് വാട്ടറും 1/2 ടീസ്പൂൺ ഹണിയും കൂടെ ചേർത്തിട്ട് നമുക്കൊരു മിശ്രിതം തയ്യാറാക്കി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്നിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് നമ്മൾ വെച്ചേക്കുക. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക. അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നന്നായിട്ടൊരു ഗ്ലോ നമ്മുടെ സ്കിന്നിൽ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതാണ്. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് ഒരു മൈൽഡ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നല്ല ഒരു സൺ പ്രൊട്ടക്ഷൻ, പ്രത്യേകിച്ച് ഒരു SPF ഒരു 50 റേഞ്ചിന് മേളിലുള്ള ഒരു സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. എന്തിനാണ് ഈ മോയ്സ്ചറൈസറും സൺ പ്രൊട്ടക്ഷനും യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കിട്ടിയ ആ ബ്രൈറ്റ്നസ്, ആ ഇൻസ്റ്റന്റ് ഗ്ലോ നിലനിർത്തുന്നതിനും നല്ലതായിട്ട് ബൂസ്റ്റ് ചെയ്ത് നിലനിർത്താനായിട്ടും നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ലെവല് നിലനിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കിന്നിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും സൺ പ്രൊട്ടക്ഷൻ, സണ്ണിൽ നിന്നുള്ള പ്രോബ്ലംസിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും നല്ല രീതിയിൽ നമുക്കൊരു വരുന്ന ദിവസങ്ങളിലേക്ക് നല്ല ഇൻസ്റ്റന്റ് ലെവലിൽ നമ്മുടെ സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു ഗ്ലോ നിലനിർത്താനായിട്ട് സാധിക്കുന്നതാണ്.
ഈ വീഡിയോ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമിയിലേക്കുള്ള പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ താൽക്കാലികമായി വിട പറയുന്നു. നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം. താങ്ക് യു.